ഹലോ, മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും കൂടി നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഭയങ്കര നിസ്സാര വിലയ്ക്ക്, വലിയ വില കൂടിയ പ്ലാന്റുകൾ ചെറിയ വിലയ്ക്ക്, അങ്ങനെയല്ല. നമ്മൾ നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങിയ റെയർ വെറൈറ്റിയൊക്കെ നമുക്ക് ട്രാൻസിസ്റ്റിൽ കുറച്ച് ഡാമേജസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ പ്രോഫിറ്റ് അങ്ങ് കുറച്ചിട്ട് വിറ്റൊഴിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് നമുക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൊന്നോണ ആശംസകൾ നേരുകയാണ്. എല്ലാവരും പഴയ കാലം പോലെയൊന്നും ഓണത്തിന് വലിയൊരു തിരക്കിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കാരണം എല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും റെഡി ആയിട്ട് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു തിരക്ക്, എല്ലാവരും ഒത്തുകൂടലിൻ്റെ ഒരു തിരക്കല്ലാതെ സാധനങ്ങൾ മേടിക്കാനും മറ്റുമൊക്കെയുള്ളൊരു തിരക്ക് എനിക്കത്ര തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഇതുപോലെ ഓണപ്പൂക്കളമൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ ഒരാഴ്ച മുമ്പേയുള്ള പ്രിപ്പറേഷനാണ്. പൂക്കളുള്ള അയൽവക്കത്തെ വീടുകളൊക്കെ കണ്ടുപിടിച്ച് വെച്ച് അവരോടൊക്കെ പോയി നേരത്തെ തന്നെ പോയി ചോദിച്ച് പിന്നെയുള്ള കാടുകൾ നമുക്കറിയാമല്ലേ. ഓണമൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേക ഭംഗിയുള്ള പൂക്കളെല്ലാം ആ ഒരു സമയമാകുമ്പോൾ തന്നെ പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴൊക്കെ കണ്ടുവെച്ച് അവിടെ അതെല്ലാം കൂട്ടുകാരോടൊത്ത് ഒരുമിച്ച് പോയി വാഴയില കുമ്പിളിൽ കുത്തി പറിച്ചുകൊണ്ട് വന്ന് ശേഖരിച്ച് വെച്ച് നേരം വെളുക്കാൻ കാത്തിരുന്ന പൂക്കളിടുന്ന ആ ഒരു മനോഹരമായ ബാല്യമൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. നമുക്ക് കടയിൽ പോയി പൈസ കൊടുത്താൽ ആവശ്യത്തിന് പൂക്കൾ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാം. ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് പൂക്കളം തന്നെ കടകളിൽ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഓടി ചാടി നടന്ന കൂട്ടുകാരുമൊത്ത് പൂക്കൾ പറിച്ച് തൊടിയിൽ ഊഞ്ഞാലി കെട്ടി കൂട്ടുകാരൊത്ത് ഊഞ്ഞാലാടി പൂക്കളെല്ലാം പിഴുതുകൊണ്ട് വന്ന് നിനക്കെത്ര കിട്ടി എനിക്കെത്ര കിട്ടി എന്ന് പറഞ്ഞ് ആ ഓടി നടന്നുള്ള മനോഹരമായ ഒരു ഓണക്കാലമൊക്കെ ഇനി നമുക്ക് വെറും ഓർമ്മകൾ മാത്രമായിരിക്കും അല്ലേ. എന്തായാലും എല്ലാവർക്കും എങ്ങനെയായാലും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇത് ഗ്രീൻ ലെഗസിയുടെ നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. വീണ്ടും പറയുകയാണ്, കപ്പിൽ നിങ്ങൾക്ക് വരുന്ന പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റിന് റൂട്ടില്ല എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. അത്ര ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും ചെടി വാങ്ങുമ്പോഴും, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പ്ലാന്റ് വാങ്ങുമ്പോൾ ഒരിക്കലും പൊക്കി നോക്കിയിട്ട് റൂട്ടുണ്ടോ നോക്കിയിട്ടല്ല ഒരിക്കലും ഒരു ചെടി പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ചെടി, ഫോർ എക്സാമ്പിൾ ആണേ, ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ചെടിക്ക് റൂട്ടില്ല എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല അല്ലേ. പക്ഷേ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ്, അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടാണ് മിക്കവാറും ആളുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ടോപ്പ് കട്ട് ചെയ്ത് നല്ല പോട്ടി മിക്സുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. നമുക്ക് അതൊരു ഹ്യൂമിഡിറ്റി ചേമ്പറിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് പോലും വരാതെ. ഇനിയിപ്പോൾ ഇൻ കേസ് ഹ്യൂമിഡിറ്റി ചേമ്പർ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ ഈ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്, ആണെങ്കിൽ പോലും ഒരു കംപ്ലൈൻറ്റും വരാതെ അവരൊരു 2 വീക്ക് കൊണ്ട് റൂട്ടായിട്ട് വരും. ഒരു 1 മന്ത് കൊണ്ട് ഹെവി റൂട്ട് ഇതിലൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കപ്പിൽ വരുന്ന പ്ലാന്റ് നിങ്ങൾ കിട്ടുമ്പോൾ മനസ്സിലാക്കണം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ പ്ലാന്റാണ്. അതുകൊണ്ട് റൂട്ട് സെറ്റായി വന്നിട്ടേ ഉണ്ടാവുള്ളൂ. റൂട്ട് എന്തായാലും സെറ്റായി എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അയക്കാറുള്ളൂ മാക്സിമം കേട്ടോ. ചിലവരൊക്കെ കിട്ടിക്കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ റൂട്ട് കുറവായിരുന്നു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ രീതിയിൽ കപ്പിൽ വരുന്ന പ്ലാന്റുകൾ മാത്രം നിങ്ങൾ കൈ കിട്ടി ഒരു 1 മന്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലെഗസിയുടെ റേറ്റ് വരുന്നത് 380 ആണ് കേട്ടോ. 380 റുപ്പീസിനാണ്, 380 രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഇനി പിങ്ക് ഡാൽമേഷ്യൻ്റെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ഉണ്ട്, 275 രൂപയാണ് പിങ്ക് ഡാൽമേഷ്യൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നല്ലൊരു അടിപൊളി സൂപ്പർ വൈറ്റിൻ്റെ മ്യൂട്ടേഷൻ വന്നിരിക്കുന്നൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇലയിനും സൂപ്പർ വൈറ്റും കൂടെ മിക്സ് അയക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും 350 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് എത്തിയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റാണ് ബുഷി പോട്ട് വൈറ്റ് ലെഗസി.
വൈറ്റ് ലെഗസി ഈ ബുഷി പോട്ട് ഞാൻ കൊടുക്കുന്നത് 900 രൂപയ്ക്കാണ് കേട്ടോ. 3-4 ഷൂട്ടുകളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഉൾപ്പെടെ ഞാനും ഇതിനു മുമ്പ് കുറഞ്ഞ റേറ്റിന് വിറ്റിട്ടുണ്ട്. നമുക്ക് ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പ്രോഫിറ്റ് ഇടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം റേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇടുന്നത് കേട്ടോ. സിംഗിളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം അതിൽ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ട് കേട്ടോ. ഇനി പിങ്ക് കുങ്കുമിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. 400 ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ്. നമ്മൾ 450 സെയിൽ ചെയ്യുന്ന സൈസാണ് കേട്ടോ. ഇതിൻ്റെ ബുഷി പോട്ട് ആവശ്യമുണ്ടെങ്കിൽ ബുഷി പോട്ട് കൊണ്ട് 3-4 ഷൂട്ടുള്ള പ്ലാന്റുകളൊക്കെ 850 നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉള്ള മറ്റൊരു പ്ലാന്റാണ് 10 ക്യാരറ്റിൻ്റെയും 24 ക്യാരറ്റിൻ്റെയും ബ്ലാക്കിൻ്റെ എല്ലാം കൂടെ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഒരു ക്യാരറ്റ് വെറൈറ്റി പ്ലാന്റാണ്. 2 ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് 400 റുപ്പീസിനാണ് കേട്ടോ. 2 ഷൂട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതൊരു അഗ്ലോണിമയുടെ കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റാണ്. ഇത് നമുക്ക് ഗ്രീൻ വെറൈറ്റി നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. 300 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പ് റെയർ തായ്ലൻഡ് വെറൈറ്റിയാണ്. നമ്മൾ അത്യാവശ്യം തായ്ലൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ 1000 റുപ്പീസ് തന്നെ വിറ്റ പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 500-നാണ് കൊടുക്കുന്നത്. നമുക്ക് 2-3 പ്ലാന്റ് മാത്രമേ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് വിൽക്കാനായിട്ട് പറ്റുന്നത്. വലിയ ഫുള്ളി മദർ പ്ലാന്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു 1000 റേഞ്ച് തന്നെയാവും കേട്ടോ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി മറ്റൊരു പ്ലാന്റാണ് 9 ക്യാരറ്റ്. 9 ക്യാരറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 400 ആണ് കേട്ടോ. 9 ക്യാരറ്റ് അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 400 ആണ് 9 ക്യാരറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനിയുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റാണ് പിങ്ക് മിറാക്കിൾ അല്ലെങ്കിൽ പമീല എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിങ്ക് മിറാക്കിളിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 450 രൂപയാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വൺ ഓഫ് ദി ടോപ്പ് റെയർ വെറൈറ്റി ആയിരുന്നു കേട്ടോ ഈ പമീല. ഇപ്പോൾ നമ്മൾ ഒരുപാട് എന്ത് സാധനവും മാർക്കറ്റിൽ ഒരുപാടാകുമ്പോൾ റേറ്റ് കുറയും എന്ന് പറയുന്ന ആ ഒരു സെയിം ഇത് തന്നെയാണ് പ്ലാന്റ്സിലും ഉള്ളത്. 450-ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഒരു പക്ഷേ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയ ആളുകളൊക്കെ ഈ റേറ്റ് കുറവ് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം മേടിച്ചാൽ മതിയായിരുന്നു എന്നല്ലേ. ഇനി മറ്റൊരു അടിപൊളി പ്ലാന്റ്സ് ഉണ്ട്. ഗ്രീൻ ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു അടിപൊളി പ്ലാന്റ് 450 രൂപയാണ്. ഗ്രീൻ ഹൈബ്രിഡ് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഗ്രീൻ ഹൈബ്രിഡ്. ഈ ഒരു അഗ്ലോണിമയും 300 രൂപയാണ് റേറ്റ് ഉള്ളത്. ഗ്രീൻ വെറൈറ്റീസ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ലെഗസി ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. അതുപോലെ ചീറ്റ വൺ ഓഫ് ദി ടോപ്പ് റെയർ ആയിട്ടുള്ളൊരു അഗ്ലോണിമയാണ്. നമ്മൾ 800 to 1000 റുപ്പീസിന് വിൽക്കുന്ന ചീറ്റയുടെ ഈ ഒരൊറ്റ പ്ലാന്റ് നമ്മൾ ഓഫറായിട്ട് 600-ന് നമ്മളിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. ഇതൊക്കെ ഓഫറാണ്. അതുപോലെ ഗോൾഡൻ ഏഞ്ചലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 300 ആണ്. നമ്മൾ 800-ന് വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഇതിനകത്ത് ചെറിയൊരു ഷൂട്ടും മുളച്ച് വരുന്നുണ്ട് കേട്ടോ. 300 ആണ്. നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസിസ്റ്റിൽ ഡാമേജ് വന്ന് നമ്മൾ സെയിൽ ചെയ്യാതെ വെച്ചിട്ട് ഇപ്പോൾ അവർ തന്നെ പ്രതിരോധിച്ച് കയറി വരുന്നുണ്ട്. ഒരുപാട് പേര് പോകുമ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട് വന്നതിലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ അത്. ഇനി പല ആളുകളും പല ഐഡിയയിലും ചെടികൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ഐഡിയ അറിയാൻ പാടില്ലാതെ മാറിപ്പോയി വിൽക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കൊച്ചിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്ലാന്റാണ് ഇത്. ഷേപ്പ് മാറി ഐഡിയ മാറിയൊക്കെ ആൾക്കാർ ചെടികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അറിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് ഏകദേശം ലീഫിൻ്റെ പാറ്റേൺ കാണുമ്പോൾ സെയിം ആണെന്ന് കരുതിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ്. നമ്മൾ കൊടുക്കുന്ന 450 റുപ്പീസിനാണ് കേട്ടോ. ഒരു അടിപൊളി പ്ലാന്റാണ് മിസ് തായ്ലൻഡ്. ഇതെല്ലാം പേര് പോലെ തന്നെ തായ്ലൻഡ് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. നമ്മളീ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റുകളാണ്. 400 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പ്ലാന്റ് ഉണ്ട്. 550 ആണ് കേട്ടോ ഇതിൻ്റെ ബുഷി പോട്ടിന് റേറ്റ്. സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് 300-നാണ് കേട്ടോ കൊടുക്കുന്നത്. ബുഷി വേണ്ടവർക്ക് ബുഷി പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സോംബറ്റ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള റെയർ വെറൈറ്റിയാണ്. ഇതിന് ട്രാൻസിസ്റ്റിൽ നമുക്ക് 1-2 ലീഫ് ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹെൽത്തി പ്ലാന്റാണ്. ഭയങ്കര വലിയ പ്ലാന്റാണ്. ഹെൽത്തിന് ഈ ഒരു ലീഫ് പോയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ.
അതുകൊണ്ട് തന്നെ നമ്മളിത് ഓഫറിന് കൊടുക്കുകയാണ്. 750 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ഈ ഒരു പ്ലാന്റ്. 1000 രൂപയുടെ പ്ലാന്റാണ്. ഇപ്പോൾ 750ക്ക് നമ്മൾ സെയിൽ ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ, ഒരുപാട് പ്ലാന്റ്സുകൾ ഡാമേജായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമേജായ പ്ലാന്റ്സുകളെല്ലാം ഇന്നലെ കുറേയൊക്കെ റിപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്വീറ്റ് ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. 350 ആണ് റേറ്റ്. സ്വീറ്റ് ക്യാരറ്റ് അത്യാവശ്യം ക്യാരറ്റിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട വൺ ഓഫ് ദി റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് സെൻസ്റ്റാറിൻ്റെ ഗ്രീൻ വെറൈറ്റി 450 ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളത്. സൂപ്പർ വൈറ്റിന് നല്ല ഭംഗിയുള്ള ഒട്ടും തന്നെ ഗ്രീൻ കയറി വരാത്ത ഒരു മെച്ചൂർഡ് മദർ പ്ലാന്റ് ആണ് കേട്ടോ. 600 ആണ് റേറ്റ് വരുന്നത്. ഇത് ടൈ വൈറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അത്യാവശ്യം ഗ്രീൻ ഉണ്ടാവും. ലീഫിൻ്റെ ഇച്ചിരി നീണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് നല്ല റൗണ്ട് ലീഫിൽ നല്ല ഭംഗിയായിട്ട് ഒട്ടും തന്നെ ഗ്രീൻ കയറി വരാതെ ഇരിക്കും. നമുക്ക് ഒരുപാടുണ്ടായിരുന്നു ഈ ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൂടാതെ നമുക്ക് സെയിലിനായിട്ട് ഒരുപാട് ബൊഗെയിൻവില്ല പ്ലാന്റ്സുകളുണ്ട്. നമുക്ക് പുത്തൻ സ്റ്റോക്ക് വരുന്നുണ്ട് റെയർ വെറൈറ്റീസിൻ്റെ. ഇപ്പോൾ നിലവിൽ അവൈലബിലിറ്റി ഉള്ളതിൽ റെഡ് സെപ്റ്റംബർ നിറയെ പൂക്കുന്ന നല്ല ഭംഗിയുള്ള വെരിഗേറ്റഡ് ലീഫോട് റെഡ് സെപ്റ്റംബറിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 600 ആണ്. നമുക്ക് 1-2 പ്ലാന്റ്സ് ഇവിടെ പൂവായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂ വരാത്തതുകൊണ്ടാണ് നമ്മൾ സെയിൽ തുടങ്ങാത്തത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാത്തത്. അപ്പോൾ റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് 1-2 എണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് കാണിച്ചു തരാം. അടർണയുടെ ഗോൾഡൻ അടർണയാണ്. നമുക്ക് ഒറ്റ പ്ലാന്റ് നല്ല ഭംഗിയാണ് പൂ കാണാൻ. പൂ വിരിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പ്ലാന്റ്സിൻ്റെ നമ്മൾ റേറ്റ് വരുന്നത് 750 രൂപയാണ്. അടർണയുടെ ഗോൾഡ് നല്ല ഭംഗിയുള്ള ഹെൽത്തി ഓൺ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിന് റേറ്റ് പറഞ്ഞുവെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് പ്രൈസ് പറയുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ പ്രൈസ് പറയുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ നിന്ന് സ്ഥിരമായി എടുക്കുന്നവർക്കറിയാം. പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മളതനുസരിച്ചിട്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തും ഡിസ്കൗണ്ട് ഇട്ടുമൊക്കെ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത്. ഒരുപാട് നല്ല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബൊഗെയിൻവില്ലയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.